വെൽക്കം. ഓട്ടോ സജഷനെ കുറിച്ച് നേരത്തെയും പറഞ്ഞിരുന്നു. ഒരു 6 ചിന്തകൾ എങ്ങനെയാണ് ഓട്ടോ സജഷൻ ചെയ്യേണ്ടതെന്നുള്ള 6 സ്റ്റെപ്പുകൾ പറഞ്ഞിരുന്നു. എന്നാൽ ഈ സ്റ്റെപ്പ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ഓട്ടോ സജഷനെ സെൽഫ് ഹിപ്നോസിസ് അല്ലെങ്കിൽ സെൽഫ് ഹീലിംഗ് എന്നെല്ലാം പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പെയിൻ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ചെയ്തതിലുണ്ടായിട്ടുള്ള ഇഷ്യൂസിനെ എല്ലാം കറക്റ്റ് ചെയ്യുവാനായിട്ട് ഈ പറയുന്ന ഓട്ടോ സജഷനിലൂടെ സാധിക്കും. സെൽഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മെ തന്നെ കൺട്രോളിൽ കൊണ്ടുവരുവാൻ സാധിക്കും. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ് ഓട്ടോ സജഷൻ എന്ന് പറയുന്നത്. 6 സ്റ്റെപ്പുകളാണ് ഇതുള്ളത്. അതേക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. അത് നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഈ ദിവസം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു, ഒരു മനസ്സിൻ്റെ റീപ്രോഗ്രാമിംഗ് ആണ്. നമ്മെ തന്നെ നാം ഡ്യൂപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മെ തന്നെ നാം ലക്ഷ്യത്തിലേക്ക് നേടുവാനായി തയ്യാറെടുപ്പിക്കുന്ന ഒരവസ്ഥയാണ്. എന്ന് വെച്ചാൽ നമുക്കതിനുള്ള കഴിവ് യഥാർത്ഥത്തിൽ ഇല്ലെങ്കിലും നമുക്ക് കഴിവ് ആർജിച്ച് കൊണ്ടുവരുവാൻ, അക്വയർ ചെയ്യുവാനായി ഈ പറയുന്ന എക്സസൈസിലൂടെ, പ്രാക്ടീസിലൂടെ സാധിക്കും. ഞാൻ 6 സ്റ്റെപ്പുകൾ പറഞ്ഞിരുന്നു. അത് എഴുതണമെന്നും അത് വായിക്കണമെന്നും ദിവസവും ഡിക്ലെയർ ചെയ്യണമെന്നുമെല്ലാം പറഞ്ഞിരുന്നു. എന്നാൽ മിയർ റീഡിങ് ഈസ് നോട്ട് ഇനഫ്. വെറുതെ വായിച്ചാൽ പോരാ. വായിക്കുമ്പോൾ 2 കാര്യം നമ്മുടെ കൂടെ കൂട്ടാക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന്, ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, പല വികാരങ്ങളെക്കുറിച്ച്, പല ഇമോഷൻസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള. ഒരു പോസിറ്റീവായ ഇമോഷൻസോടുകൂടി ഫെയ്ത്ത്, ഡിറ്റർമിനേഷൻ, ലവ്, ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇമോഷൻസോടുകൂടി നാം നമ്മുടെ ലക്ഷ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ അഫർമേഷനെ, ഓട്ടോ സജഷനെ നാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഇമോഷണലായി അതിനെ കാണുവാൻ, അതിലെ പറയുവാനായിട്ട് നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഇമോഷൻ പ്ലസ് ഫെയ്ത്ത്, വിശ്വാസം പൂർണ്ണമായും ഉണ്ടാകണം. എനിക്ക് വിശ്വാസമില്ലാത്ത കാര്യം ഞാൻ എത്ര പറഞ്ഞതുകൊണ്ടും സാധിക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുക, ഒപ്പം തന്നെ പോസിറ്റീവ് ഇമോഷൻസ് ആ തോട്ടിൽ അല്ലെങ്കിൽ ആ ഓട്ടോ സജഷനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായും ശ്രദ്ധിക്കുക. ഒരു രണ്ടാമത് പ്രധാനപ്പെട്ടതായി ഈ ഓട്ടോ സജഷനിൽ പറയുന്നത് പെർസിസ്റ്റൻസ്. ഇത് ഒരു ദിവസം ചെയ്താൽ പോരാ, 2 ദിവസം ചെയ്താൽ പോരാ. അത് നേടിയെടുക്കുന്നവരെ ചെയ്യാനുള്ള പെർസിസ്റ്റൻസ് ഉണ്ടാകണം. ഈ ഓട്ടോ സജഷൻ പറയുന്നത് മാത്രമല്ല, എഴുതുന്നത് മാത്രമല്ല, അത് പ്രവൃത്തി കൊണ്ടുവരാനുള്ള പരിശ്രമവും തീർച്ചയായും ആവശ്യമാണ്. പലരും പറയാറുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ തട്ടിപ്പാണ്, അതല്ലെങ്കിൽ ഈ പറയുന്ന തത്വങ്ങളെല്ലാം വെറും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നെല്ലാം പറയാറുണ്ട്. പക്ഷേ ഇത് വെറുതെ പറഞ്ഞതുകൊണ്ടോ വെറുതെ നാം ഫോളോ ചെയ്തതുകൊണ്ടോ കാര്യമില്ല. ചില ക്രൈറ്റീരിയ, ചില മാനദണ്ഡങ്ങൾ ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും ഈ മെത്തേഡുകൾ ഫെയിലാകുന്നില്ല. വ്യക്തികൾ പരാജയപ്പെടുന്നുണ്ട്, മെത്തേഡ്സ് ഒരിക്കലും ഫെയിലാകില്ല. മെത്തേഡ്സ് കൃത്യമായി ഫോളോ ചെയ്യാൻ നാം അറിഞ്ഞിരിക്കണം. മുറി വൈദ്യൻ എന്നെല്ലാം കേട്ടിട്ടുണ്ട്. വൈദ്യനായിരിക്കും, പക്ഷേ ചികിത്സിക്കാൻ അറിയില്ല എങ്കിൽ പ്രശ്നമായില്ലേ? അതുപോലെ തന്നെയാണ് ഓരോ മെൻ്റൽ ടൂൾസുമെന്നും അറിഞ്ഞിരിക്കുക. പ്രിൻസിപ്പിൾ ഓഫ് കോൺസെൻട്രേഷൻ എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ നാം ഈ ഓട്ടോ സജഷൻ എന്നുള്ള ഭാഗത്ത് കാണുന്നത്. ക്ലോസ് യുവർ ഐസ് ആൻഡ് സീ. നമ്മുടെ കണ്ണുകളെ അടച്ച് നാം ആയിരിക്കുന്ന എൻവയോൺമെൻറ്റ് വളരെ ക്വയറ്റായി, അങ്ങനെയാണ് ഈ ഓട്ടോ സജഷൻ ചെയ്യേണ്ടത്. വെറുതെ ഒരു സ്ഥലത്ത് പോയിരുന്ന് ബഹളം ഉണ്ടാകുന്ന സ്ഥലത്തിരുന്ന് പോയി നാം വായിച്ചതുകൊണ്ട് ഒരിക്കലും ഒരു പ്രയോജനം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്കത് കാണാൻ പറ്റണം, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം. മനഃപൂർവ്വമായി 10 മിനിറ്റ് ഈ വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നാം എന്താണ് പറയുന്നത് എന്നുള്ള കാര്യത്തെ മനസ്സിലേക്ക് കയറ്റുവാനായിട്ട് തീർച്ചയായും സാധിക്കേണ്ടത് ആവശ്യമാണ്. ഡോണ്ട് വെയിറ്റ്, ആക്ഷൻ ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ആക്ട് ഇമ്മീഡിയറ്റ്ലി എന്നാണ് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. നാം വെറുതെ വെയിറ്റ് ചെയ്യുന്നൊരു കാര്യമില്ല. ഈ ഓട്ടോ സജഷൻ പറഞ്ഞു എന്നിട്ട് വെറുതെ കിടന്നുറങ്ങിയാൽ, അല്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ, വെറുതെ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ ലക്ഷ്യത്തിലേക്ക് പോകില്ല. അതിനനുസരിച്ചുള്ള ആക്ഷൻ വളരെ വേഗത്തിൽ ചെയ്യണമെന്ന് ഈ പുസ്തകങ്ങളുടെ ഭാഗത്തിൽ കാണുകയാണ്. ഇതിൻ്റെ ആറ്റിറ്റ്യൂഡ് സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം നാം ചിന്തിക്കേണ്ടത്, ഈ അഫർമേഷൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഓട്ടോ സജഷൻ പറയുമ്പോൾ നാം കംപ്ലീറ്റായി ഫെയ്ത്ത് ഉണ്ടാകേണ്ട ആവശ്യമാണ്. സംശയത്തോടെ ചെയ്യാൻ പാടില്ല. കംപ്ലീറ്റായി അക്ഷരം പ്രതി, ലെറ്റർ ആൻഡ് സ്പിരിറ്റ് അത് ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഓട്ടോ സജഷൻ്റെയും ലോ ഓഫ് അട്രാക്ഷൻ്റെയും പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അണുവിട വിടാതെ അത് ചെയ്യേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓട്ടോ സജഷൻ ചെയ്യുമ്പോൾ ഫുള്ളി അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള, കാമായിട്ടുള്ള, ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തിരഞ്ഞെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. മാൻ ഈസ് ദ മാസ്റ്റർ ഓഫ് ഹിംസെൽഫ്. നാം തന്നെയാണ് നമ്മുടെ മാസ്റ്റർ എന്നുള്ള തിരിച്ചറിവാണ് ഈ ഓട്ടോ സജഷനിൽ ഉണ്ടാകുന്നത്. സംശയിക്കേണ്ട ആവശ്യമില്ല, അവിശ്വാസം വരേണ്ട ആവശ്യമില്ല, നടക്കുമോ എന്നുള്ള ഒരു ആശങ്ക പെടേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ഫെയ്ത്ത് with positive emotions in a silent, calm and quiet spot. Believe fully, without any doubt, we can achieve this. All the best. Thank you very much.